Dear students, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് അബൌട്ട് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. നമ്മൾ ജേണലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻവോൾവ്ഡ് ആവുന്ന ട്രാൻസാക്ഷൻസ് മാറ്റി നിർത്തിയിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നേരിട്ട് ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ബോത്ത് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും കാണിക്കുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ് ക്യാഷ് ബുക്ക്. ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും ധർമ്മം ഒരേ സമയത്ത് നിർവഹിക്കുന്ന ഒരു ബുക്സ് ഓഫ് പ്രൈമറി എൻട്രിയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജേണലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ വൺ ഓഫ് ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ്, ഒരക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ജേണൽ എൻട്രി എഴുതാതെ നമുക്ക് നേരിട്ട് ക്യാഷ് ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡേ ബുക്കുകൾ എന്ന് പറയും. ഡേ ബുക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഡേ ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. മറ്റ് ഡേ ബുക്കുകളാണ് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇങ്ങനെ ഡേ ബുക്കുകളുണ്ട്. ഡേ ബുക്ക് മീൻസ് നമുക്ക് നേരിട്ട് ജേണൽ ചെയ്യാതെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഫെസിലിറ്റിയാണ് ഡേ ബുക്കുകൾ. പർച്ചേസ് ബുക്കിൽ ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ആർ റെക്കോർഡഡ്. ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ബുക്കിലാണ് വരിക. അതേപോലെ സെയിൽസ് ബുക്ക് എന്ന് പറയുമ്പോൾ ഓൾ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് നേരിട്ട് സെയിൽസ് ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഡേ ബുക്കാണ് ക്യാഷ് ബുക്ക്. പ്രധാനപ്പെട്ട ഒരു ഡേ ബുക്കാണ് ക്യാഷ് ബുക്ക്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് സിമ്പിൾ ക്യാഷ് ബുക്കാണ്. മീൻസ് ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും കാണിക്കുന്ന സിമ്പിൾ അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് കോളം ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് records all cash transactions of the business in a chronological order. എന്താണ് chronological order എന്ന് പറയുന്നത്? ഡേറ്റ് വൈസ് ഓരോ ട്രാൻസാക്ഷനും നടന്ന ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എമൗണ്ടിൻ്റെ വലിപ്പം നോക്കിയിട്ടോ മറ്റ് വല്ല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടോ അല്ല റെക്കോർഡിംഗ് നടത്തുന്നത്. ക്രൊണോളജിക്കൽ ഓർഡറിലാണ്. മീൻസ് ട്രാൻസാക്ഷൻ സംഭവിച്ച ആ ഒരു ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ബോത്ത് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. ക്യാഷ് ഇൻവോൾവ്ഡ് ആവുന്ന എന്ത് ട്രാൻസാക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ അത് ക്യാഷ് ബുക്കിൽ ഉണ്ടാകും. ഓക്കെ, when all receipts and payments are made in cash by a business organization only are recorded in cash book. Okay, അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അതിൽ ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് വരുന്നുണ്ടാവുക. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് കോളം മാത്രം. ഡെബിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം. അപ്പോൾ ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഡെബിറ്റ് സൈഡ് ആസ് വെൽ ആസ് ക്രെഡിറ്റ് സൈഡ്, രണ്ട് സൈഡിലും ഡേറ്റ്, റെസീറ്റ്സ്, LF, എമൗണ്ട് ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, നമ്മുടെ ലെഡ്ജർ, സാധാ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് തന്നെ. ലെഫ്റ്റ് സൈഡ് റെസീറ്റ് സൈഡും റൈറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡുമാണ്. ഓക്കെ, അതാണ് ഓർമ്മിക്കേണ്ടത്. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ റെസീറ്റ്സ് ഒക്കെ ഡെബിറ്റാണ് ചെയ്യുക.
ഓക്കെ, അതേപോലെ പേയ്മെൻറ്റ്സുകളൊക്കെ ക്രെഡിറ്റുമാണ്. ഇതാണ് ഒരു ക്യാഷ് ബുക്കിൻ്റെ രൂപം, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. മെസ്സേഴ്സ് രൂപ ട്രേഡേഴ്സ്. അവരുടെ ചില ഡീറ്റെയിൽസ് തന്നിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. 2017 നവംബർ മാസത്തെ ട്രാൻസാക്ഷൻസാണ് തന്നിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത്, ഇൻഷുറൻസ് പെയ്ഡ്, പർച്ചേസ്ഡ് ഫർണിച്ചർ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുദിത് ഇൻ ക്യാഷ്, പർച്ചേസ്ഡ് സ്റ്റേഷനറി, ക്യാഷ് പെയ്ഡ് ടു രുക്മിണി in full settlement of accounts, sold goods to Kumar for cash, paid monthly rent, paid salary, deposited in bank. These are the transactions took place in November 2017. ഇതിനെ നമ്മളൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അടിവരയിട്ട് ഓർമ്മിക്കുക, അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ്റെ നാച്ചർ നോക്കുന്നില്ല. അത് റവന്യൂ നാച്ചറാണോ ക്യാപിറ്റൽ നാച്ചറാണോ അങ്ങനെ ഒരു വേർതിരിവില്ല. ഗുഡ്സ് വാങ്ങിയാലും അസറ്റ് വാങ്ങിയാലും ഏത് തരത്തിലുള്ള ക്യാഷ് വരുന്ന പേയ്മെൻറ്റ്സ് സംഭവിച്ചാലും നമ്മളതിനെ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. അതേപോലെ റെസീറ്റ്സും അങ്ങനെയാണ്. ഗുഡ്സ് വിറ്റ് ക്യാഷ് കിട്ടി, അല്ലെ അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടി, വട്ട് എവർ മേ ബി ദ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ഏത് തരത്തിലാണെങ്കിലും ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റെസീറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്യാഷ് വന്നതും ക്യാഷ് പോയതും റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്, ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനുകളെ ഒരു ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പം എങ്ങനെ ഉണ്ടാവും? ഹെഡിങ് കൊടുക്കുക, രൂപ ട്രേഡേഴ്സ് ക്യാഷ് ബുക്ക്. ഫോർമാറ്റ് നിങ്ങൾ കണ്ടതാണ്. ഡേറ്റ് റെസീറ്റ്സ് LF എമൗണ്ട്, ഡേറ്റ് പേയ്മെൻറ്റ്സ് LF എമൗണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡേറ്റ് വേസ്റ്റ് ചെയ്യാം. ഓരോ ട്രാൻസാക്ഷനും ക്വസ്റ്റ്യനിൽ നോക്കുക. 1-ാം തീയതി ബാലൻസ് ആണ് പറയുന്നത്, കയ്യിൽ ബാലൻസ് ഉണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ ആദ്യമായിട്ട് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ക്യാഷ് ബുക്ക് ഡെബിറ്റ് ചെയ്യുക. കാരണം ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, റെസീറ്റ്സ് കോളത്തിലാണ് അത് എഴുതേണ്ടത്. കാരണം ക്യാഷ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസിൽ അക്കൗണ്ടാണ് നമ്മൾ പഠിച്ചല്ലേ. കാരണം അസറ്റ് അക്കൗണ്ടാണ്. വെൻ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, ക്യാഷ് ഈസ് ആൻ അസറ്റ്, ക്യാഷ് അക്കൗണ്ട് വിൽ ഹാവ് ഡെബിറ്റ് ബാലൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. സോ 2017 നവംബർ 1 എന്ന് ഡേറ്റ് ഇട്ട് നമ്മൾ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡാണ്. ബാലൻസ് ബ്രോ ഡൗൺ. ക്വസ്റ്റ്യൻ തന്ന എമൗണ്ട് 30,000, ആ എമൗണ്ട് അവിടെ എഴുതുക. പിന്നെ നവംബർ മാസത്തിൽ സംഭവിച്ച ട്രാൻസാക്ഷൻസുകൾ റെസീറ്റ്സ് ആണെങ്കിൽ റെസീറ്റ് സൈഡിലും, പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുക, നെക്സ്റ്റ് ഉള്ളത് എന്താണ്? 4-ാം തീയതി അല്ലേ? 4-ാം തീയതി പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീത് 12,000. ഗുർമീതിൻ്റെ അടുത്തുനിന്ന് ക്യാഷ് കിട്ടിയതാണ്. അപ്പോൾ എന്തായിരിക്കും? അതൊരു റെസീറ്റ് ആയിരിക്കും, ക്യാഷ് കിട്ടിയതല്ലേ. അപ്പോൾ റെസീറ്റ് സൈഡിൽ ഗുർമീത് എന്ന് എഴുതിയിട്ട് ഡേറ്റും കൊടുക്കുക, എന്നിട്ട് എമൗണ്ട് കൊടുക്കുക, എമൗണ്ട് കോളത്തിൽ. ഓക്കെ, 12,000 കൊടുക്കുക. പിന്നെ എത്രാം തീയതിയാണ്? പിന്നെ വരുന്നത് ക്യാഷ് ഇൻവോൾവ്ഡ് ആവുന്ന ട്രാൻസാക്ഷൻ സംഭവിച്ചത് 8-ാം തീയതിയാണ്. ഇൻഷുറൻസ് പെയ്ഡ് 6,000 ഇൻഷുറൻസ് പെയ്ഡാണ്. അങ്ങനെ ആകുമ്പോൾ അതൊരു പേയ്മെൻ്റ് ആണല്ലോ, ഇൻഷുറൻസ് പെയ്ഡ് എന്നാണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ നവംബർ 8 ഡേറ്റ് ഇടുക, ഇൻഷുറൻസ് എഴുതുക, 6,000 എമൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, വെരി സിമ്പിളാണ്. റെസീറ്റ്സ് ആണോ പേയ്മെൻറ്റ്സ് ആണോ തിരിച്ചറിയാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുകയാണ്, ക്യാഷ് ബുക്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. റെസീറ്റ്സിൻ്റെ റെസീറ്റ് സൈഡിലും പേയ്മെൻറ്റിന് പേയ്മെൻറ്റ് സൈഡിലും കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ് വരുന്നത്? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നവംബർ 13 നടക്കുന്നത്. പർച്ചേസ്ഡ് ഫർണിച്ചറാണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻ്റ് ആണോ റെസീറ്റ് ആണോ? എല്ലാവർക്കും അറിയുന്നതാണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്, ക്യാഷ് പോവാണ് ചെയ്യുന്നത്. സോ പേയ്മെൻറ്റ് സൈഡിലാണ് നമ്മൾ ആ 13,800 കൊടുക്കേണ്ടത്. ഫർണിച്ചർ എന്ന് എഴുതിയിട്ട്
13,800 എമൗണ്ട് കൊടുക്കുക. ഡേറ്റ് നവംബർ 13 ഇടുക. ഓക്കെ. പിന്നുള്ളത് 16-ാം തീയതിയാണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഇൻഫ്ലോ ആണ്, റെസീറ്റാണ്. 28,000 ക്യാഷ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അതിനെ റെസീറ്റ് സൈഡിൽ 16-ാം തീയതി ഡേറ്റ് ഇട്ട് സെയിൽസ് എന്ന് കൊടുക്കുക. സെയിൽസ് രൂപത്തിലാണല്ലോ വന്നത്. ജേണൽ എൻട്രി അങ്ങനെയാണല്ലോ, ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ സെയിൽസ് എന്ന് കൊടുത്തിട്ട് 28,000 എമൗണ്ട് ക്യാഷ് ബുക്കിൽ റെസീറ്റ് സൈഡ് കാണിക്കുക. പിന്നെ വരുന്നത് 20-ാം തീയതിയാണ്. 20-ാം തീയതി എന്താണ് സംഭവിച്ചത്? പർച്ചേസ്ഡ് സ്റ്റേഷനറിയാണ് 1,000. ഓക്കെ. 17-ാം തീയതി പർച്ചേസ്ഡ് സ്റ്റേഷനറി അല്ല, 17-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുദിത് ഇൻ ക്യാഷ് എന്നാണ്. അവിടെ മുദിത്തിൻ്റെ പേരിന് സ്കോപ്പില്ല, കാരണം ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. ആളെ പേര് എക്സ്ട്രാ തന്നതാണ്. ഇപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്താണ് വരിക? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുദിത് ഇൻ ക്യാഷ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ആണ്. ഓക്കെ. അപ്പോൾ 17,400 ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. കാരണം അത്രയും ക്യാഷ് പേയ്മെൻ്റാണ്, നമ്മൾ പർച്ചേസ് ചെയ്തല്ലേ. അപ്പോൾ 17-ാം തീയതി ഡേറ്റ് ഇടുക. എന്നിട്ട് പർച്ചേസ് എന്ന് എഴുതിയിട്ട് 17,400 എമൗണ്ട് പേയ്മെൻറ്റ് സൈഡിൽ കൊടുക്കുക. ക്ലിയർ? ഇനി 20-ാം തീയതി ആണ് ട്രാൻസാക്ഷൻ സംഭവിച്ചത്. പർച്ചേസ്ഡ് സ്റ്റേഷനറി 1,100. ഓക്കെ. 1,100. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത്? 1,100 നമ്മൾ പർച്ചേസ് ചെയ്താണ് സ്റ്റേഷനറി. അപ്പോൾ അവിടെ സ്റ്റേഷനറി എന്ന് പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, ഇതാണ് ജേണൽ എൻട്രി. അങ്ങനെ ആകുമ്പോൾ 20-ാം തീയതി പേയ്മെൻറ്റ് സൈഡ് ഡേറ്റ് ഇടുക, സ്റ്റേഷനറി എന്ന് എഴുതുക, 1,100 കൊടുക്കുക. ഓക്കെ. പേയ്മെൻറ്റ് സൈഡ് അല്ലെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയാം, അതേപോലെ റെസീറ്റ് സൈഡ് അല്ലെ ഡെബിറ്റ് സൈഡ് എന്ന് പറയാം, രണ്ടും ശരിയാണ്. ഇനി ട്രാൻസാക്ഷൻ വരുന്നുണ്ടാവുക 24-ാം തീയതിയാണ്. 24-ാം തീയതി ക്യാഷ് പെയ്ഡ് ടു രുക്മിണി ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്നാണ്. ഓക്കെ. രുക്മിണി എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ. മുമ്പേതോ മാസങ്ങളിൽ ക്രെഡിറ്റർ ആയതാണ്, ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ രുക്മിണിയുടെ ക്യാഷ് കൊടുക്കുന്നത് നവംബർ 24-ാം തീയതിയാണ്. അപ്പോൾ നവംബർ മാസത്തെ ക്യാഷ് ബുക്കിലാണ് അത് വരേണ്ടത്. അത്രയും ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. ക്യാഷ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം, രുക്മിണി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിലാണ് വരുന്നുണ്ടാവുക. രുക്മിണി എന്ന് എഴുതിയിട്ട് നവംബർ 24 12,500 കൊടുത്തത്. ആ 12,500 അവിടെ എഴുതുക. ഓക്കെ. ഇനിയുള്ളത് 27-ാം തീയതിയാണ് സോൾഡ് ഗുഡ്സ് ടു കമൽ ഫോർ ക്യാഷ്. അവിടെയും കമലിൻ്റെ പേരിന് സ്കോപ്പില്ല. ജേണൽ എൻട്രി വരുന്നുണ്ടാവുക ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് ആണ്. ഓക്കെ. ക്രെഡിറ്റ് സെയിൽസ് അല്ല നടന്നത്, ക്യാഷ് സെയിൽസ് ആണ് നടന്നത്. സോ ആ 18,200 നമ്മൾ ഇൻഫ്ലോ കോളത്തിൽ, റെസീറ്റ്സ് കോളത്തിൽ കാണിക്കണം. സെയിൽസ് 27-ാം തീയതി 18,200 സെയിൽസ് കാണിക്കുക, കാരണം റെസീറ്റ്സ് ആണല്ലോ, ക്യാഷ് സെയിലാണ് നടന്നത്. ഇനി 30-ാം തീയതി 3 ട്രാൻസാക്ഷൻസ് ഉണ്ട്. പെയ്ഡ് മന്ത്ലി റെൻറ്റ്, പെയ്ഡ് സാലറി, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇതിൽ ആദ്യത്തെ 2 മന്ത്ലി റെൻറ്റ് പേ ചെയ്തതും സാലറി പേ ചെയ്തതും രണ്ടും എന്താണ്? അതൊരു പേയ്മെൻ്റാണ്. ഓക്കെ. രണ്ടും ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, പേയ്മെൻറ്റ്സ് ആണ്. റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ്, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ഇതാണല്ലോ എൻട്രി. അങ്ങനെയാകുമ്പോൾ ഈ 2,500 3,500 എന്ത് ചെയ്യണം? നമ്മൾ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യണം, അഥവാ പേയ്മെൻറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. റെൻ്റ് എന്ന പേരിലും സാലറി എന്ന പേരിലും എമൗണ്ട് പ്രത്യേകം കാണിക്കുക. ഓക്കെ. പിന്നെയുള്ളത് 30-ാം തീയതി ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാണ്. ₹8,000 ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താ എൻട്രി നമ്മൾ പഠിച്ചത്? അവിടെ ഒരു അസറ്റ് കുറയുന്നു, ഒരു അസറ്റ് കൂടുന്നു. ഓക്കെ. അങ്ങനെ ഒരു ഇൻ്റർചേഞ്ച്, അത്രയേ ഉള്ളൂ അല്ലേ? കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞ് ബാങ്കിലുള്ള ക്യാഷ് കൂടി. അപ്പോൾ കൂടുന്നത് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. അപ്പോൾ ഒരു പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ. അക്കൗണ്ടൻസിയുടെ ആർട്ട് പ്രകാരം നമ്മളതിനൊരു യഥാർത്ഥത്തിൽ ഒരു പേയ്മെൻ്റ് അല്ല അത്. എന്നിരുന്നാലും കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു, ബാങ്കിലെ ക്യാഷ് കൂടി. അതുകൊണ്ട് നമ്മളൊരു പേയ്മെൻറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നവംബർ 30 പേയ്മെൻറ്റ് സൈഡിൽ ഡേറ്റ് കൊടുക്കുക, ബാങ്കിൽ നിന്ന് എഴുതുക, 8,000 എമൗണ്ട് കൊടുക്കുക.
ഓക്കെ, അതിനാണല്ലോ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് 8,000 ക്രെഡിറ്റ് ചെയ്യണം, ബാങ്ക് എന്ന പേരിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ദീസ് ആർ ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, കാരണം ഉള്ള ക്യാഷേ ചിലവാക്കാൻ പറ്റൂ. ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓൺലിയെ പരിഗണിക്കുന്നത്. ഓക്കെ, അതിൽ മറ്റ് ക്രെഡിറ്റ് ഇഫക്റ്റുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ അവിടെ എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രത്യേകിച്ചും സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പോൾ അവിടെ മറ്റ് ബാങ്കുമായിട്ടുള്ള ഇടപാടുകളൊന്നുമില്ല, ബാങ്ക് കോളം ഇല്ല അല്ലേ. ബാങ്ക് കോളൊക്കെ ഉണ്ടാകുമ്പോൾ, ഓവർ ഡ്രാഫ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഒക്കെ വരും. എന്നാൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പോൾ എപ്പോഴും ഡെബിറ്റ് ബാലൻസാണ് ഉണ്ടാവുക, ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 88,200 88,200 ആണ് രണ്ട് സൈഡും പിന്നെ ഡെബിറ്റ് സൈഡ് വരുന്നത് ടോട്ടൽ. അപ്പോൾ അത് തന്നെ രണ്ട് സൈഡിലും കൊടുക്കുക. ഇനി നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുക, ക്രെഡിറ്റ് സൈഡിനെ അപേക്ഷിച്ച് ഡെബിറ്റ് സൈഡ് എത്ര കൂടുതലുണ്ടെന്ന് നോക്കുക. 23,400 എന്ന ഒരു ഫിഗർ നമുക്കവിടെ ബാലൻസിങ് ഫിഗറായിട്ട് ലഭിക്കും. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. അത്ര ക്യാഷ് ഇപ്പോൾ കയ്യിൽ ബാക്കിയുണ്ട്. നവംബർ 30 ആകുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 23,400, അല്ലെങ്കിൽ ഡിസംബർ 1 ബാലൻസ് ബ്രോ ഡൗൺ 23,400 എന്ന് പറഞ്ഞ് നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് ക്യാഷ് ബുക്ക് നമുക്കവിടെ നവംബർ മാസത്തെ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഞാനിതിൽ ഒരു ക്വസ്റ്റ്യൻ, ഒന്നല്ല 2 ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് സെറ്റാക്കി വെക്കുക. ഓക്കെ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് കാണാറുള്ളത്. എന്നിരുന്നാലും ചില എക്സാമുകൾക്ക് അപൂർവമായിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, എന്നിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വളരെ ഈസി ആയിട്ട് വിത്തിൻ മിനിറ്റ്സ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പരിശ്രമം നടത്തുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഈ 2 ക്വസ്റ്റ്യനും വളരെ സമയബന്ധിതമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നോക്കാം. താങ്ക് യു ഫോർ ഓൾ.